ചെയ്ത ആളുകൾ പെട്ടെന്ന് ആൻസർ അങ്ങോട്ട് പറയുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് വിട്ട ചോദ്യമാണ്. എ ടു ബി ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ. ആ 20 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം 2 hours. ബി ടു സി ഡിസ്റ്റൻസ് 30 കിലോമീറ്റർ ആണ്. ഇത് കവർ ചെയ്യാൻ വേണ്ടി എടുത്ത സമയം 5 hours ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ജേർണിയുടെ ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചത്. ആവറേജ് സ്പീഡ് ഫോർ ദ എൻറ്റയർ ജേർണി. ഈ ജേർണിയുടെ, ഈ യാത്രയുടെ ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചത്. ആർക്കെങ്കിലും കിട്ടിയോ? ആർക്കെങ്കിലും? ഇല്ല. ആജ്ഞ ആൻസർ കിട്ടിയോ? ഇല്ല. അഭിജിത്ത്? ഇല്ല. ഓക്കെ. അപ്പോൾ എ മുതൽ ബി വരെ ഉള്ള ദൂരം 20 കിലോമീറ്റർ ആണ്. സോ ആ 20 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം 2 മണിക്കൂറാണ്. മക്കളെ ബി മുതൽ സി വരെ ഉള്ള ദൂരം 30 കിലോമീറ്റർ ആണ്. സോ ആ 30 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം 5 മണിക്കൂർ ആണെങ്കിൽ ആ ടോട്ടൽ ആ ജേർണിയുടെ ആവറേജ് സ്പീഡ് എത്ര എന്നാ ചോദ്യം. സോ ഇവിടെ സഞ്ചരിച്ച ദൂരം ഒന്നും തുല്യമല്ല. ഇവിടെ സഞ്ചരിച്ച ദൂരം തുല്യമായിരിക്കുകയും രണ്ട് വേഗതകളും തന്നായിരുന്നുവെങ്കിൽ നമുക്ക് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കായിരുന്നു. അല്ലെങ്കിൽ ദൂരം തുല്യവും 3 സ്പീഡ് ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കായിരുന്നു. അപ്പൊ ദൂരം തുല്യമല്ലാത്ത ചോദ്യമാണെങ്കിൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. അതായത് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. സോ ആ ഇക്വേഷൻ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. കാരണം ദൂരം തുല്യമല്ല. എ മുതൽ ബി വരെ ഉള്ള ദൂരം 20 കിലോമീറ്റർ ആണ്. ബി മുതൽ സി വരെ ഉള്ള ദൂരം 30 കിലോമീറ്ററും ആണ്. സോ സഞ്ചരിച്ച ദൂരം തുല്യമല്ല. സോ സഞ്ചരിച്ച ദൂരം തുല്യമല്ലെങ്കിൽ സോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു അവിടെ ഒരു 30. അപ്പൊ എത്രയായി? 50 ആയില്ലേ? സഞ്ചരിച്ച ആകെ ദൂരം എത്ര? 20 30 കൂട്ടിയാൽ 50 കിലോമീറ്റർ എന്ന് വരും. ആകെ സമയം എത്ര? ഇവിടെ ഒരു 2 മണിക്കൂറും ഇവിടെ ഒരു 5 മണിക്കൂറും. 2ഉം 5ഉം കൂടെ കൂട്ടിയാൽ 7 എന്ന് വരും. അപ്പോൾ സഞ്ചരിച്ച ദൂരം 50 കിലോമീറ്റർ ആണ്. അതിനുവേണ്ടി എടുത്ത ആകെ സമയം 7 മണിക്കൂറുമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 30ഉം കൂടെ കൂട്ടി 50. അതിനുവേണ്ടി എടുത്ത ആകെ സമയം 2ഉം 5ഉം കൂടെ കൂട്ടിയാൽ 7. 50നെ 7 കൊണ്ട് ഹരിച്ച് എല്ലാവരും ആൻസർ പറഞ്ഞേ. പെട്ടെന്നുണ്ട്. 50നെ 7 കൊണ്ട് ഹരിച്ചിട്ട് ആൻസർ പറയാം. നിങ്ങൾ ചെയ്യുന്നില്ല, പ്രോബ്ലം ചെയ്യുന്നില്ല, വീട്ടിൽ നിന്ന് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത. നമ്മൾ വെറുതെ ഹോംവർക്ക് വിടുന്നു. നിങ്ങൾ അത് അന്ന് ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് മടക്കി വെക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വന്ന് അതുപോലെ ഇനി വരുമോ? സോ ഹോംവർക്ക് ചോദ്യങ്ങൾ ചെയ്തു നോക്കണം. ഇതുപോലത്തെ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും കണക്ട് ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിക്കരുതെന്ന് ഞാൻ 2-3 തവണ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഹോംവർക്ക് ചോദ്യങ്ങൾ തരുമ്പോൾ ഒരു കാരണവശാലും ചെയ്യാതെ വരരുത്. സോ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 50നെ 7 കൊണ്ട് ഹരിച്ച് പെട്ടെന്ന് ആൻസർ പറയാം. പെട്ടെന്ന്. 7.14 ഓക്കെ. ചില സമയത്ത് അവർ പോയിന്റിൽ ആൻസർ പരിഗണിക്കാറില്ല കേട്ടോ. അങ്ങനെ ഓപ്ഷനകത്ത് നമ്മൾ സാധാരണ ഇപ്പൊ ഏതൊരു പരീക്ഷ, മത്സര പരീക്ഷകൾ ഏതാണെങ്കിലും സാധാരണ പോയിന്റിലേക്ക് ആൻസർ വരുത്താറില്ല. നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ആക്ച്വലി, അല്ലേ? അതായത് ന്യൂമറേറ്റർ വലിയ നമ്പറും ഡിനോമിനേറ്റർ ചെറിയ നമ്പറും ആണെങ്കിൽ അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് പറയുന്നത്. അപ്പം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഡെസിമലിലേക്ക് പോകണമെന്നില്ല. ഡെസിമൽ വാല്യൂ ആണ് അവർ തരുന്നതെങ്കിൽ അങ്ങോട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതണം. 50നെ 7 കൊണ്ട് ഹരിച്ചിട്ട് എല്ലാവരും മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് പറഞ്ഞേ. 7 7 49 ശിഷ്ടം 1, അല്ലെ? ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതിയാൽ പോരെ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസ്. ആദ്യം ഹരണഫലം കോഷ്യന്റ് എഴുതണം. പിന്നെ ഡിവൈസർ സൈഡിൽ കിടക്കുന്ന നമ്പറിനാണ് ഡിവൈസർ എന്ന് പറയുന്നത്. ആ ഡിവൈസറിന്റെ മുകളിലെ റിമൈൻഡർ ആയ 1 എഴുതി വെക്കണം. അപ്പൊ ഉത്തരം
7/1 കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാല് 1 മാർക്ക് നമ്മുടെ വെട്ടിയിൽ വരും. ഇത്രേ ഉള്ളൂ പരിപാടി, ഇത്രേ ഉള്ളൂ. ഈ ആൻസർ ഓപ്ഷനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ പോയിന്റിലേക്ക് പോകണം. ആ ഈ ആൻസർ 7/1 കിലോമീറ്റർ പെർ അവർ എന്നുള്ള ആൻസർ നിങ്ങൾ ബബിൾ ചെയ്യണം. ഈ ആൻസർ ഓപ്ഷനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ പോയിന്റിലേക്ക് പോകണം. അതായത് 7/7 = 49, ശിഷ്ട 1, പിന്നെ മുകളിൽ ഒരു പോയിന്റ് കൊടുത്ത് താഴെ ഒരു 0 എഴുതി, 1 7 അങ്ങനെ പോകും. 3 0 4 7 28 അങ്ങനെ 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 പോകും. അപ്പം 7/1/7 അതായത് 7/1 കിലോമീറ്റർ പെർ അവർ എന്നുള്ള ആൻസർ ഉണ്ടെങ്കിൽ അത് ബബിൾ ചെയ്യുക. അതില്ല എങ്കിൽ 7.14 കിലോമീറ്റർ പെർ അവർ എന്നുള്ള ആൻസർ ഉണ്ടെങ്കിൽ അത് ബബിൾ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും ഓപ്ഷനകത്ത് കേട്ടോ. ഓക്കെ, പക്ക ക്ലിയർ ആയോ? പക്ക ക്ലിയർ ആണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. അവിടെ ഹാൻഡ് റൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആവറേജ് സ്പീഡ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. കാരണം മത്സര പരീക്ഷകളില് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ആവറേജ് സ്പീഡ്. സോ ആവറേജ് സ്പീഡിന്റെ ഒരു ചോദ്യം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ സത്യം പറഞ്ഞാൽ ചുരുക്കമാണ്. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾ ഏത് പരീക്ഷ എഴുതാൻ പോയാലും, നിങ്ങൾ കേരള PSC നടത്തുന്ന പരീക്ഷയാണെങ്കിലും SSC നടത്തുന്ന പരീക്ഷയാണെങ്കിലും RRB നടത്തുന്ന പരീക്ഷകളാണെങ്കിലും ഏത് മത്സര പരീക്ഷകളിൽ പോകുന്ന സമയത്തും ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ഭാഗം ഒഴിവാക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ചുരുക്കമാണ്, കുറവാണ്. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ആവറേജ് സ്പീഡ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഇന്ന് പറയുന്നത് കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ഇനി ഇതിന്റെ ആൻസർ പെട്ടെന്ന് പറയാം. ഇതിന്റെ ആൻസർ ആരാ പറയുന്നത് നോക്കട്ടെ കറക്റ്റ് ആയിട്ട്. ഇതിന്റെ ആൻസർ ആരാണ് കറക്റ്റ് ആയിട്ട് പറയാൻ നോക്കട്ടെ. സ്ക്രീൻ കാണുന്നില്ല. കാണുന്നുണ്ടല്ലോ. ആരാണ് ആദ്യം പറയുന്നത് നോക്കട്ടെ. പെട്ടെന്ന്, നമുക്കൊരു ചോദ്യം ചെയ്യാൻ ആകെ 30 സെക്കൻഡ് സമയമുള്ളൂ പരീക്ഷയ്ക്ക് കേട്ടോ. ഒരു ചോദ്യം ചെയ്യാൻ 30 സെക്കൻഡ് സമയമാണ് ഉള്ളത്. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അക്ഷയ് 20 ആണോ? ഓക്കെ. സോ വേറെ ആർക്കെങ്കിലും എനി അതർ 20 അല്ലാത്ത വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ പറയാം. ബാക്കി ആൻസറുകൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കിക്കോ. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എടാ മക്കളെ ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ദൂരം അവർ തന്നിട്ടുണ്ട്. A to B ഡിസ്റ്റൻസ് ഈസ് 30 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 30 കിലോമീറ്റർ ആണ്. ഈ 30 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 1 അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 മണിക്കൂർ സമയമാണ്. അപ്പൊ A മുതൽ B വരെയുള്ള ദൂരം 30 കിലോമീറ്റർ, അതിനുവേണ്ടി എടുത്ത സമയം 1 മണിക്കൂർ. B മുതൽ അടുത്ത C വരെയുള്ള ദൂരം 40 കിലോമീറ്റർ ആണ്. അതിനുവേണ്ടി എടുത്ത സമയം 2 മണിക്കൂറാണ്. അപ്പൊ ഒന്നും കൂടെ A മുതൽ B വരെയുള്ള ദൂരം. എന്നാ ഒരു കാര്യം, ഒന്നുകൂടെ എക്സിറ്റ് അടിച്ചിട്ട് വീണ്ടും തിരിച്ചു കയറി നോക്ക് കേട്ടോ. ബാക്കി ആർക്കും ആ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഒന്നും കൂടെ, A മുതൽ B വരെയുള്ള ദൂരം 30 കിലോമീറ്റർ ആണ്. ഇതിനു വേണ്ടി എടുത്ത സമയം 1 മണിക്കൂർ. B മുതൽ C വരെയുള്ള ദൂരം 40 കിലോമീറ്റർ ആണ്. ഇതിനു വേണ്ടി എടുത്ത സമയം 2 മണിക്കൂറുമാണ്.
പിന്നെയും തീർന്നിട്ടില്ല. എടാ സി മുതൽ ഡി വരെയുള്ള ദൂരം, സി മുതൽ ഡി വരെയുള്ള ദൂരം 50 കിലോമീറ്റർ ആണ്. അതിനുവേണ്ടി എടുത്ത സമയം 3 മണിക്കൂർ. കണ്ടോ, എല്ലാം കറക്റ്റ് ആയി നോക്കിക്കേ. എ ടു ബി ഡിസ്റ്റൻസ് ഈസ് 30 കിലോമീറ്റർ ഇൻ 1 hour. ബി ടു സി ഡിസ്റ്റൻസ് ഈസ് 40 കിലോമീറ്റർ ഇൻ 2 hours. സി ടു ഡി ഡിസ്റ്റൻസ് ഈസ് 50 കിലോമീറ്റർ ഇൻ 3 hours. സോ ഈ യാത്രയുടെ ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. സോ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈസ് ആവറേജ് സ്പീഡ്. ആകെ ദൂരം ബൈ ആകെ സമയം. എടാ ആകെ ദൂരം എത്ര? 30ഉം 40ഉം കൂടെ കൂട്ടിയാൽ 70 വരും. 70ഉം 50ഉം കൂടെ കൂട്ടിയാൽ 120 വരും. സോ ആകെ ദൂരം 120 ഡിവൈഡഡ് ബൈ ആകെ സമയം നോക്കിക്കേ. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, എല്ലാം കൂടെ കൂട്ടിക്കോ. 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3 വരും. സോ 3ഉം 3ഉം കൂടെ കൂട്ടിയാൽ 6 വരും. സോ 120നെ 6 കൊണ്ട് ഹരിച്ചാൽ 20 വരും അല്ലെ. സോ 20 × 6 അല്ലേ 120. അപ്പൊ ഉത്തരം 20 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇത്ര ഉള്ളു പരിപാടി. കിട്ടിയോ? ഐഡിയ പക്ക? ഓക്കെ, ഐഡിയ പക്ക ആയാ നോക്കിക്കേ. എ മുതൽ ബി വരെയുള്ള ദൂരം 30 കിലോമീറ്റർ ആണ്. സോ ഈ 30 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം 1 മണിക്കൂറാണ്. അതേപോലെ ബി മുതൽ സി വരെയുള്ള ദൂരം 40 കിലോമീറ്റർ ആണ്. ഈ ഒരു 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം 2 മണിക്കൂർ. വീണ്ടും സി മുതൽ ഡി വരെയുള്ള ദൂരം 50 കിലോമീറ്റർ ആണ്. ഈ 50 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം 3 മണിക്കൂറാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ യാത്രയുടെ ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചത്. സഞ്ചരിച്ച ദൂരം തുല്യമായിരുന്നു എങ്കിൽ നമുക്ക് 2xy അല്ലെങ്കിൽ 3xyz എന്നൊക്കെ ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഇവിടെ സഞ്ചരിച്ച ദൂരം തുല്യമല്ല. ഒരാൾ 30, ഒരാൾ 40, ഒരാൾ 50 ഒക്കെയാണ്. സഞ്ചരിച്ച ദൂരം തുല്യമല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഇക്വേഷൻ എടുക്കുക. ആകെ ദൂരം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈസ് നോൺ ആസ് ആവറേജ് സ്പീഡ്. ആകെ ദൂരം ബൈ ആകെ സമയം. ആകെ ദൂരം എന്ന് പറഞ്ഞാൽ 30, 40 കൂട്ടി 70, 50, 120 കിലോമീറ്റർ ആണ്. ആകെ സമയം എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3ഉം 3ഉം 6 മണിക്കൂറാണ്. സോ 120നെ 6 കൊണ്ട് ഹരിച്ചാൽ 20 വരും. ഉത്തരം 20 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഉത്തരം 20 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. പക്ക ക്ലിയർ ആയി നോക്കിയേ. ഓക്കെ, സോ നമ്മള് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ആൻസർ പറയണം. അതെ, ഇതിന്റെ ആൻസർ ആരാദ്യം പറയാൻ നോക്കട്ടെ. അതൊക്കെ ചെയ്തിട്ട് ആൻസർ പറയാം. ക്വസ്റ്റ്യൻ എഴുതണമെന്നില്ല. ക്വസ്റ്റ്യൻ എഴുതാതെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്തിട്ട് ആ ആൻസർ ഇനി പറഞ്ഞു തരാമോ? A man traveling from A to B distance of 20 kilometers in 1 hour, B to C distance of 30 kilometers in 2 hours. He took rest 2 hours at C and C to D distance of 50 kilometers in 3 hours. Find out his average speed of entire journey. സൂര്യ 16 ആണ്. 14? 16. ഉത്തരം ഒരാള് 16 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ ആൻസറിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ ഉത്തരം വന്ന് 16 എന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് ആൻസർ പറഞ്ഞു 16. ബാക്കിയുള്ളവര് നിങ്ങളുടെ ആൻസറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ചെക്ക് ചെയ്തിട്ട് പറയാം. 16.6. 16.66. ആ, മറ്റൊരാളുടെ ആൻസർ 16.66 എന്ന് വന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം. നിങ്ങൾ ആര് പറഞ്ഞാണ് ശരിയെന്ന് അപ്പൊ നമുക്കറിയാം. മൂന്നാമത് ഇത് രണ്ടും അല്ലാതെ വേറെ ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? ഈ രണ്ട് ഉത്തരങ്ങൾ അല്ലാതെ മൂന്നാമതൊരു ഉത്തരം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയാവുന്നതാണ്. അതുകൂടി നമ്മൾ ഇവിടെ രേഖപ്പെടുത്തും. വേറെ 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 ഇല്ല. അപ്പൊ ഞാൻ പതുക്കെ ചെയ്യാൻ പോവാണേ. അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ആര് പറഞ്ഞ ശരി? 12.5 എന്നൊരു ആൻസർ വന്നിട്ടുണ്ട്. സി ഓപ്ഷൻ ആയിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഈ മൂന്ന് ഉത്തരങ്ങളാണ്. ഒരാൾ 16 പറഞ്ഞു, മറ്റൊരാൾ 16.66 പറഞ്ഞു, മറ്റൊരാൾ 12.5 പറഞ്ഞു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ശരിയല്ലേ? സ്വാഭാവികമായിട്ട്. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനൊന്ന് വരച്ച് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവും. മക്കളെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആണ് കേട്ടോ. 20 കിലോമീറ്റർ. അതിനുവേണ്ടി എടുത്ത സമയം 1 അവർ ആണ്. 1 അവർ. ബി ടു സി ഡിസ്റ്റൻസ്, ബി മുതൽ സി വരെയുള്ള ദൂരം 30 കിലോമീറ്റർ ആണടാ. ആ 30 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം 2 മണിക്കൂർ, 2 hours. എന്നിട്ട് ഈ ചങ്ങാതി എന്തെടുത്തെന്നറിയോ? സി എന്ന് പറയുന്ന ആ സ്ഥലത്ത് അയാള് റെസ്റ്റ് എടുത്തു 2 മണിക്കൂർ. ഉണ്ടോ? അപ്പൊ അവിടെ ചെറിയൊരു ഇതുണ്ട്. സി എന്ന് പറയുന്ന പോയിന്റില് അയാൾ അവിടെ റെസ്റ്റ് എടുത്തു. ആ റെസ്റ്റ് എടുത്ത സമയം 2 മണിക്കൂർ. ഓക്കെ. വീണ്ടും യാത്ര തുടർന്നു. സി മുതൽ ഡി വരെയുള്ള 50 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് കവറായി. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവസാനിച്ചു, യാത്ര അവസാനിച്ചു. ഡി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അയാൾക്ക് എത്തേണ്ടത് ഡിയിലായിരുന്നു. സോ എയിൽ നിന്നും സഞ്ചരിച്ച് അയാൾ ഡിയിലേക്ക് എത്തി. മക്കളെ കണ്ട ഈ യാത്രയുടെ ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. ഇവിടെ സഞ്ചരിച്ച ദൂരം തുല്യമല്ലല്ലോ. കാരണം ഒരെണ്ണം 20, ഒരെണ്ണം 30, ഒരെണ്ണം 50. അപ്പൊ സഞ്ചരിച്ച ദൂരം തുല്യമല്ലാത്തത് കൊണ്ട് നമ്മുടെ മെയിൻ ഇക്വേഷൻ അങ്ങ് എടുത്താൽ മതി. സോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, അല്ലെ? സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രടാ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നോക്കട്ടെ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു 20 കടപ്പമുണ്ട്, ഒരു 30 കടപ്പമുണ്ട്, ഒരു 50 കടപ്പമുണ്ട്. 20ഉം 30ഉം കൂടെ കൂട്ടിയാൽ 50, 50ഉം 50ഉം കൂടെ കൂട്ടിയാൽ 100. സോ സഞ്ചരിച്ച ആകെ ദൂരം 100 എന്ന് വരും. ഡിവൈഡഡ് ബൈ ആകെ സമയം, അല്ലെ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അതിനെയാണല്ലോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടോട്ടൽ ടൈം എത്ര? ഇവിടെ 1 മണിക്കൂർ എടുത്തു, ഇവിടെ 2 മണിക്കൂർ എടുത്തു. അപ്പൊ 2, 1, 3 ആയി. പിന്നെ ഒരു 3 മണിക്കൂർ. അപ്പൊ 3, 3, 6 ആയി. ഇനി ഈ റെസ്റ്റ് എടുത്ത സമയം കൂട്ടണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. റെസ്റ്റ് എടുത്ത ആ ഒരു സമയം ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് കൂട്ടേണ്ടി വരുമോ അതോ കൂട്ടാതെ ആണോ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തുവാ? കൂട്ടണോ വേണ്ടായോ? കൂട്ടണ്ടേ? കൂട്ടണ്ട. കൂട്ടണം. കൂട്ടണം എന്നും പറയുന്നുണ്ട്, കൂട്ടണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം. അതായത് ഇത്തരം സാഹചര്യത്തില് നിങ്ങൾ റെസ്റ്റ് എടുത്ത സമയം കൂട്ടണം. നടന്നു പോരുത്, കൂട്ടാതിരിക്കരുത്. കൂട്ടണം, കൂട്ടണം, കൂട്ടണം. അപ്പൊ 3, 2, 5, 1, 6, 2, 8 ആണ് താഴെ വരുന്നത്. ആകെ സമയം 8 ആണ്. അപ്പൊ 100നെ 8 കൊണ്ട് ഹരിച്ച നമുക്ക് 12.5 എന്നുള്ള ഒരു ആൻസറിലേക്കാണ് എത്തുന്നത്. ഉത്തരം 12.5 കിലോമീറ്റർ പെർ അവർ എന്ന് വരും ആൻസർ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പറയുമ്പോൾ റെസ്റ്റ് എടുത്തു അല്ലെങ്കിൽ നിന്നു, ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ എടാ യാത്ര തുടങ്ങിയതിന് ശേഷം, യാത്ര എപ്പോഴാണോ അവസാനിച്ചത് അതിനിടയിൽ ഇൻ ബിറ്റ്വീൻ ദ പോയിന്റ്സിനകത്ത് വരുന്നതാണെങ്കിൽ അതെല്ലാം കൂട്ടേണ്ടി വരും. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് 5 മണിക്കൂർ വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ കൂട്ടേണ്ട ആവശ്യമില്ല. യാത്ര അവസാനിച്ചതിന് ശേഷം 3 മണിക്കൂർ വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതും എടുക്കണ്ട. പക്ഷേ യാത്ര എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിച്ചോ അതിനിടയിൽ വരുന്ന എല്ലാ ദൂരങ്ങളും കൂട്ടണം.
എല്ലാ സമയങ്ങളും കൂട്ടണം. സോ ആകെ ദൂരം ബൈ ആകെ സമയം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ എല്ലാ സമയങ്ങളും കൂട്ടണം കേട്ടോ. ഇനി തെറ്റത്തില്ലേ? അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആണ്. അത് മറന്നു പോരുത്. യാത്ര എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിച്ചോ അതിനിടയിൽ വരുന്ന എല്ലാ ദൂരങ്ങളും കൂട്ടുക ഡിവൈഡഡ് ബൈ എല്ലാ സമയങ്ങളും കൂട്ടണം. ആകെ ദൂരം ബൈ ആകെ സമയം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈസ് നോൺ ആസ് ആവറേജ് സ്പീഡ്. ഓക്കെ, കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് വൃത്തിയായിട്ട് ആൻസർ പറഞ്ഞേ. അതെ, അങ്ങനൊന്നുമില്ല. ഇല്ല. ഉണ്ട്. DSP അക്കൗണ്ട് ആണ്. DSP അക്കൗണ്ട് SBI അല്ലേ? 23. SBI ശാഖ എവിടെ ഉള്ളത്? 27.5 23.3. 23.33 അല്ലേ സർ? 23.33. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല. ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് വലിയ സീനൊന്നും ഇല്ല. അതായത് എ മാൻ ട്രാവൽഡ് ഡിസ്റ്റൻസ് ഓഫ് 60 കിലോമീറ്റർ ഇൻ 4 hours. അതായത് ആദ്യത്തെ 60 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 80 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചേർന്നു എന്നും പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. ആദ്യത്തെ 60 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് എത്തി. അടുത്ത 80 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ കൊണ്ട് എത്തി. സോ ഈ ടോട്ടൽ ഈ എൻറ്റയർ ജേർണിയുടെ ആവറേജ് സ്പീഡ് എത്ര ചോദ്യം? വളരെ സിമ്പിൾ ചോദ്യമാണ്. സോ ആകെ ദൂരം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 60ഉം 80ഉം കൂടെ കൂട്ടിയാൽ 80ഉം 60ഉം കൂടെ കൂട്ടിയാൽ 140 വരും. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 4 മണിക്കൂർ 2 മണിക്കൂർ, 4ഉം 2ഉം കൂടെ കൂട്ടിയാൽ 6 വരും. 140നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. 140നെ 6 കൊണ്ട് ഹരിക്കുന്നതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം. 2 കൊണ്ട് ആദ്യമേ അങ്ങ് വെട്ടാം അല്ലെ? അല്ല, 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടാം. എടാ മക്കളെ, 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. സോ 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 വരും. 14നെ 2 കൊണ്ട് ഹരിച്ചാൽ 7 വരും. ആ 0 മറന്നു പോരുത്, 70 വരും. സോ 70നെ അങ്ങ് 3 കൊണ്ട് ഹരിച്ച ആൻസർ ആയി. സോ 70നെ 3 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 2 3 6 ശിഷ്ട 1 0 3 9 ശിഷ്ട 1. ഇനി പോയിന്റിലേക്ക് ഞാൻ പോകുന്നില്ല. പോയിന്റിലേക്ക് പോകാതെ മിക്സ്ഡ് ഫ്രാക്ഷനിലൊന്ന് എഴുതുവാണ്. ആദ്യം കോഷ്യന്റ് എഴുതി, പിന്നെ ഡിവൈസറിന്റെ മുകളിൽ റിമൈൻഡർ. ഈ ആൻസർ ഉണ്ടോ നോക്കണം ഓപ്ഷനകത്ത്. ഈ ആൻസർ ഉണ്ടെങ്കിൽ ഇത് ഒബ്ലി ചെയ്താലും മതി. 23 1/3 കിലോമീറ്റർ പെർ അവർ എന്നുള്ള ആൻസർ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ പോയിന്റ് ഇട്ടിട്ട് 23.33 എന്നുള്ള ആൻസർ ഉണ്ടെങ്കിൽ അത് ഒബ്ലി ചെയ്താലും മതി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷൻ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ സർ. 20 വർഷത്തേക്ക്, ഓക്കെ, 25 വർഷത്തേക്കുള്ള EMI. ഇതിന്റെ ആൻസർ ആരാദ്യം പറയാൻ നോക്കട്ടെ കേട്ടോ. അപ്പൊ നിന്റെ പൈസ അടയ്ക്കേണ്ട കുറഞ്ഞു കിട്ടും. ഇത് വലിയ സീൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയാൽ മതി. രാജു കംപ്ലീറ്റഡ് എ സർട്ടൻ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 48 കിലോമീറ്റർ പെർ അവർ ഇൻ 5 hours. എടാ, ഒരു രാജു ഉണ്ടല്ലോ, നമ്മുടെ രാജു ഒരു സർട്ടൻ ഡിസ്റ്റൻസ്, ഒരു നിശ്ചിത ദൂരം നമ്മുടെ രാജു എങ്ങനെയാണ് സഞ്ചരിച്ചത്?
48 km/h സ്പീഡിലാണ് സഞ്ചരിച്ചത് കേട്ടോ. ഈ 48 km/h എന്ന് പറഞ്ഞ സ്പീഡാണ് കേട്ടോ, സ്പീഡാണ്. കാരണം അത് സ്പീഡാ. പിന്നെ 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ സമയം. അതായത് നമ്മുടെ രാജ്മോഹൻ, ഇതാണ് നമുക്ക് ദൂരം, സഞ്ചരിക്കേണ്ട ദൂരം ഇതാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്കാണ് നമ്മുടെ രാജു സഞ്ചരിച്ചത്. അവന്റെ സ്പീഡ് 48 km/h ആണ്. അതിനുവേണ്ടി അവൻ എടുത്ത സമയം 5 മണിക്കൂറാണ്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഐഡിയസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര ദൂരം എന്നുള്ള കാര്യം കണ്ടുപിടിച്ചൂടാ. എ മുതൽ ബി വരെയുള്ള ദൂരം കണ്ടുപിടിച്ചൂടെ? പോരെ? കാരണം ഒരെണ്ണം സ്പീഡാണ്, ഒരെണ്ണം ടൈം ആണ്. സോ രാജു സഞ്ചരിച്ചത് എ മുതൽ ബി വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണെന്ന് കരുതുക. അപ്പൊ രാജു എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ നമ്മുടെ രാജു പോകുമ്പോൾ നമ്മുടെ രാജുവിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 48 km/h സ്പീഡിലാണ് രാജു സഞ്ചരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ രാജു സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാല് 48 km/h ആണ്. അതിനുവേണ്ടി എടുത്ത സമയം 5 മണിക്കൂർ സമയമാണ് അതിനുവേണ്ടി എടുത്തത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മുമ്പില് സ്പീഡും ഉണ്ട്, ടൈമും ഉണ്ട്. ഈ സ്പീഡും ടൈമും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ ആയിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സ്പീഡും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? സ്പീഡ് എത്ര? സ്പീഡ് 48 ആണ്, സമയം 5 മണിക്കൂർ. മക്കളെ 48ഉം 5ഉം കൂടെ ഗുണിച്ചാൽ എത്ര നോക്കിയേ? 48നെ 5 കൊണ്ട് പതുക്കെ ഒന്ന് ഗുണിച്ചു നോക്ക് സൈഡില്. 240. ആ യെസ്, 8 5 40, 240 എന്ന് വരും. 240. അപ്പോൾ എ മുതൽ ബി വരെയുള്ള ദൂരം 240 കിലോമീറ്റർ ആണെന്ന് മനസ്സിലായി അല്ലെ? ഗുഡ്. അപ്പൊ എ മുതൽ ബി വരെയുള്ള ദൂരം 240 കിലോമീറ്റർ ആണെന്ന് മനസ്സിലായി. ഇനി അടുത്ത സെന്റൻസ് വായിക്കണം. The same distance is to cover in 2/3 hours. അതായത് എടാ ഈ സെയിം ഡിസ്റ്റൻസ് ഉണ്ടല്ലോടാ, അതായത് ഈ 240 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ആവറേജ് സ്പീഡ്? അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര, അല്ലെങ്കിൽ സ്പീഡ് എത്ര എന്ന് ചിന്തിച്ചാൽ മതി. ആവറേജ് സ്പീഡ് എന്നുള്ള വാക്ക് ആവറേജ് അങ്ങ് ഒഴിവാക്ക്. സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. സ്പീഡ് എത്ര? ഈ സമയം കൊണ്ടാണ് എത്തേണ്ടത്. 2/3 hours. അത് മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ? അപ്പൊ അതിനെ നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിക്സ്ഡ് ഫ്രാക്ഷൻ കണ്ടാൽ നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ എല്ലാവരും പെട്ടെന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിക്കേ. മിക്സ്ഡ് ഫ്രാക്ഷനെ എങ്ങനെ ഇംപ്രോപ്പർ ആക്കുന്നത് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് ചെയ്തേ എല്ലാവരും. 2/3 എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്നൊന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി പെട്ടെന്നാട്ടെ. 2/3 എന്ന് പറയുന്ന മിക്സ്ഡ് ഫ്രാക്ഷനെ എങ്ങനെ ഇംപ്രോപ്പർ ആക്കാം? എങ്ങനാ? ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? പുതിയ ന്യൂമറേറ്ററിന് വേണ്ടി ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ ന്യൂമറേറ്റർ കൂട്ടുക. അങ്ങനല്ലേ പഠിപ്പിച്ചത് ഞാന്? പുതിയ ന്യൂമറേറ്ററിന് വേണ്ടി ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ ന്യൂമറേറ്റർ കൂട്ടുക. സോ 3 2 6 2 8. അപ്പൊ 8/3 എന്ന് എഴുതിയാലും ഓക്കെ ആണ്. അപ്പൊ 2/3 എന്ന് പറഞ്ഞാൽ 8/3 എന്ന് എഴുതിക്കൂടെ? പറയേ. 2/3 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം 8/3 അല്ലേ? അപ്പോൾ എ മുതൽ ബി വരെയുള്ള ദൂരം 240 കിലോമീറ്റർ ആണ്. ആ 240 കിലോമീറ്റർ ദൂരം 2/3 hours കൊണ്ട് കവർ ചെയ്യണം. അതായത് 8/3 അവർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണോടാ. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എത്ര എന്ന ചോദ്യം. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് എങ്ങനെ മക്കളെ കണ്ടുപിടിക്കുന്നത്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്ര? 240. ഡിസ്റ്റൻസ് 240 ആണ്. 240 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഏതൊരു നമ്പറിനും ഡിനോമിനേറ്റർ എല്ലായ്പ്പോഴും ഒന്നുണ്ടാവുമല്ലോ. അപ്പൊ 240നെ 240/1 എന്ന് എഴുതിയാൽ തെറ്റൊന്നും ഇല്ല.
അപ്പൊ 240. ഡിസ്റ്റൻസ് ഓക്കെ ആയി. വീട്ടുകാർ ടൈം 8/3 അല്ലേ? അപ്പൊ ടൈം 8/3 താഴെ എഴുതിക്കും. അപ്പൊ ഡിസ്റ്റൻസ് 240 ആണ്. 240നെ 240/1 എന്ന് എഴുതി വെച്ചു. ടൈം 8/3 ആണ്. 8/3 ആണ്. ടൈം സമയം 8/3 ആണ്. അതായത് മിശ്രഭിന്നം മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് തന്നത്. അതിനെ ഇംപ്രോപ്പറിലേക്ക് നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്തു. കാരണം നമുക്ക് വെട്ടാനൊക്കെ എളുപ്പം എപ്പോഴും മിക്സ്ഡ് ഫ്രാക്ഷനെ എപ്പോഴും ഇംപ്രോപ്പർ ആക്കിയെങ്കിൽ മാത്രമേ ആൻസർ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. രണ്ട് ഫ്രാക്ഷൻസിനെ ഹരിക്കണമെങ്കിൽ എങ്ങനെ പഠിച്ചേക്കും നമ്മള് ചെറിയ ക്ലാസ് മുതല്? രണ്ടോ രണ്ടിലധികമോ ഫ്രാക്ഷൻസിനെ ഹരിക്കണമെങ്കിൽ ആദ്യത്തെ ഫ്രാക്ഷൻ അതുപോലെ തന്നെ അങ്ങ് എഴുതണം അല്ലേ? ആദ്യത്തെ ഫ്രാക്ഷൻ അതുപോലെ തന്നെ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം അല്ലേ? താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. സോ 8/3 തിരിച്ചിട്ട് എന്ത് വരും? 3/8 എന്ന് വരും. 8/3 തിരിച്ചിടുവാണെങ്കിൽ 3/8 എന്ന് വരും. ഇതിനകത്ത് വെട്ടാൻ പറ്റുന്ന ഒക്കെ വെട്ടിക്കും. ഏതൊക്കെ വെട്ടാമെന്ന് നോക്കിക്കേ. 8ഉം 24 കൂടെ വെട്ടാടാ. 8 കൊണ്ട് വെട്ടാം. 8 കൊണ്ട് വെട്ടാം. 8 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 8 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. സോ 8നെ 8 കൊണ്ട് ഹരിച്ചാൽ 1 വരും. 24നെ 8 കൊണ്ട് ഹരിച്ചാൽ 3 വരും. ആ 0 മറന്നു പോരുത്. 30 എന്ന് വരും. 30നെ 3 കൊണ്ട് ഗുണിച്ചാൽ 30 × 3 90 എന്ന് വരും. അപ്പൊ ആൻസർ 90 km/h എന്ന് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് സെറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത്രയും വലിയ പ്രോബ്ലം ആണ് ഇത് ചോദിച്ചത്. കണ്ടോ? നമുക്ക് അതുപോലെ അത്യാവശ്യം വന്നു. ഓക്കെ, അങ്ങനെ വന്നു. എവിടെങ്കിലും മനസ്സിലാകാത്തതായിട്ടുണ്ടോ നോക്കിയേ. അങ്ങനെ ഒരു അത്യാവശ്യം ആദ്യം അവര് പറഞ്ഞത് ഒരു സർട്ടൈൻ ഡിസ്റ്റൻസ് 48 km/h സഞ്ചരിച്ചപ്പോൾ 5 മണിക്കൂർ കൊണ്ട് എത്തി എന്ന് പറയുന്നു. ആ ഡേറ്റയിൽ നമ്മൾ കയറി പിടിച്ചൊരു ഡിസ്റ്റൻസ് അങ്ങ് കണ്ടുപിടിച്ചു. അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സ്പീഡും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരുന്നു. സ്പീഡ് 48 ആയിരുന്നു, ടൈം 5. സോ സ്പീഡും ടൈമും കൂടെ ഗുണിച്ചപ്പോൾ 240 കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ സർട്ടൈൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 240 കിലോമീറ്റർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ നമുക്ക് മനസ്സിലായി 240 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ രാജു സഞ്ചരിച്ചത് എന്ന് മനസ്സിലായി. അപ്പോഴാണ് അവർ പറയുന്നത്, അവിടെ നിൽക്കി തീർന്നിട്ടില്ല ക്വസ്റ്റ്യൻ, ദ സെയിം ഡിസ്റ്റൻസ്, അതായത് ആ 240 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച് തീരണം. അതിന് എന്താണടാ സ്പീഡ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 240 ആണ്. സമയം പിന്നെ 2/3 ആണ്. അതിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് 8/3 ആക്കി മാറ്റി. എന്നിട്ട് ഹരിച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി 90 എന്ന് കിട്ടി. ഉത്തരം 90 km/h എന്ന് വരും ആൻസർ. എല്ലാവർക്കും മനസ്സിലായി നോക്കിക്കേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ക ഓക്കെ ആണോ? അപ്പോൾ നമ്മള് പതുക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. ഈ ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നല്ല ചോദ്യങ്ങളാണ് എല്ലാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ദേണ്ട വരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എല്ലാവരും പറയുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഡോക്യുമെന്റ് അങ്ങോട്ട് നീ വരുന്നതിനനുസരിച്ച് വരുന്നതിന് 1 മാസം 1.5 മാസം മുന്നേ തൊട്ടേ പരിധി തുടങ്ങും. അതെ, അപ്പം സ്വന്തം പരിധി വാങ്ങിക്കുന്നത്. ഇതിന്റെ ഉത്തരം എല്ലാവരും പറയും എന്നുള്ള പ്രതീക്ഷയാണ്. എ മാൻ ട്രാവലിംഗ് 2 hours in bus and 3 hours in train. Average speed of bus is 40 km/h. Train 70 km/h ആണ്. Find out average speed of entire journey. 22. എത്രടാ പറഞ്ഞേ? 22 എന്നാണോ പറഞ്ഞേ? ഞാൻ നോക്കട്ടെ, ശരിയാണോ നോക്കട്ടെ, ഒരു സെക്കൻഡ്. ആൻസർക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടെ.
നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വിറ്റിട്ട് സോറി ബോസ്, തെറ്റാണല്ലോ ബോസ്, ഒന്നുകൂടെ ചെക്ക് ചെയ്യോ? അല്ല ഞാൻ പറഞ്ഞത്, വിറ്റിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ മാറി ഈ പൈസയും ആ പൈസ ഇട്ട് നല്ലൊരു വീട് മേടിക്കാൻ പറ്റും. ഡബിൾ സ്റ്റോറി ആയിട്ടോ അങ്ങനത്തെ കാര്യം വാങ്ങിക്കാൻ. മനസ്സിലായോ? അങ്ങനെയും ചിന്തിക്കാം, അങ്ങനെയും ചിന്തിക്കാം. മനസ്സിലായോ? അതൊന്നും സാറേ 58 കിട്ടണത്. 58, ബ്രില്യൻറ്റ്. മനസ്സിലായോ? 58 ആൻസർ പറഞ്ഞു. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് കേട്ടോ. 58 നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അടിപൊളി അടിപൊളി. യെസ്, ഗുഡ്, സൂപ്പർ. അത്യാവശ്യം പൈസ തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമായിരുന്നു, പക്ഷെ വളരെ ബ്രില്യന്റ് ആയിട്ട് അത് ചെയ്ത ആൻസർ 58 പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു, എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നു. മക്കളെ, ഒരാള് ആദ്യത്തെ 2 മണിക്കൂർ ബസ്സിലാണ് സഞ്ചരിച്ചത് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം ബസ്സിൽ സഞ്ചരിച്ചതായിട്ട് അങ്ങ് പരിഗണിക്കാം. അടുത്ത 3 മണിക്കൂർ ട്രെയിനിലാണ് സഞ്ചരിച്ചത്. അടുത്ത 3 മണിക്കൂർ നമ്മൾ അല്ലെങ്കിൽ ആ ആള് ട്രെയിനിൽ സഞ്ചരിച്ചതായിട്ട് പരിഗണിക്കുന്നു. ബസ്സിൽ സഞ്ചരിച്ച സമയം 2 മണിക്കൂറാണ്. ട്രെയിനിൽ സഞ്ചരിച്ചത് 3 മണിക്കൂറാണ്. ഇനി അവര് പറയുന്നത് ആവറേജ് സ്പീഡ് ഓഫ് ബസ് ഈസ് 40 km/h. അതായത് ബസിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 40 km/h ആണ് കേട്ടോ. ബസിന്റെ ആവറേജ് സ്പീഡ് 40 km/h ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? 40 km/h എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നല്ലേ അർത്ഥം? 40 km/h എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 1 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ബസിന്റെ വേഗത 40 km/h ആണെങ്കിൽ അതിന്റെ അർത്ഥം 1 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ നമ്മുടെ ആള് 1 മണിക്കൂർ അല്ലടാ സഞ്ചരിച്ചത്, 2 മണിക്കൂർ സഞ്ചരിച്ചു. അപ്പൊ 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും 2 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? 40 80 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെ നമുക്ക് 80 കിലോമീറ്ററിലേക്ക് എത്താൻ പറ്റും. കണ്ട, പെട്ടെന്ന് അങ്ങനെ എത്താൻ പറ്റും. കാരണം ബസിന്റെ സ്പീഡ് 40 km/h ആണ്. അതിന്റെ അർത്ഥം 1 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ നമ്മുടെ ബസ് സഞ്ചരിച്ചത് 2 മണിക്കൂറാണ്. അപ്പൊ 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 2 മണിക്കൂർ കൊണ്ട് 40 80 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അടുത്തത് നമ്മുടെ ട്രെയിനിലേക്ക് വരിക. മക്കളെ, ട്രെയിനിന്റെ സ്പീഡ് 70 km/h ആണ് കേട്ടോ. 70 km/h എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 1 മണിക്കൂർ കൊണ്ട് 70 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. 1 മണിക്കൂർ കൊണ്ട് 70 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് അർത്ഥം. പക്ഷെ ട്രെയിനിൽ നമ്മൾ സഞ്ചരിച്ചത് 3 മണിക്കൂറാണ്. എടാ, 1 മണിക്കൂറിൽ 70 ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 70 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് സ്വാഭാവികമായിട്ടും 70 × 3 210. അതായത് 210 കിലോമീറ്റർ ദൂരം ആ ഒരു ഭാഗത്ത് സഞ്ചരിക്കും അർത്ഥം ഉണ്ടോ? അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. കാരണം ഇവിടെ മക്കളെ, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ഇക്വേഷൻ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് നോൺ ആസ് ആവറേജ് സ്പീഡ്. അങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബസിന്റെ വേഗത 40 km/h ആണ്. അങ്ങനെ ബസ്സിൽ 2 മണിക്കൂർ സഞ്ചരിച്ചു എങ്കിൽ സ്വാഭാവികമായിട്ടും 1 മണിക്കൂറിൽ 40 ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് 80. എടാ, ട്രെയിനിന്റെ സ്പീഡ് 70 km/h ആണ്. ട്രെയിനിന്റെ സ്പീഡ് 70 km/h ആണ്. അതായത് 1 മണിക്കൂർ കൊണ്ട് 70 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ 3 മണിക്കൂറാണ് ട്രെയിനിൽ സഞ്ചരിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും 70 അതായത് മൊത്തം 210. അങ്ങനെയാണ് യാത്ര അവസാനിപ്പിച്ചത്. സോ നമുക്ക് ആകെ ദൂരം കിട്ടിയിരിക്കുകയാണ്. ആകെ ദൂരം എന്ന് പറഞ്ഞാൽ 80 അതേപോലെ 210 കൂടെ കൂട്ടിക്കൂ. 210 80 കൂടെ കൂട്ടിയാൽ 290 എന്ന് വരും അല്ലെ?
290. അപ്പൊ ആകെ ദൂരം 290 കിലോമീറ്റർ ആണ്. അതിനുവേണ്ടി ആകെ എടുത്ത സമയം 3 മണിക്കൂർ പ്ലസ് 2 മണിക്കൂർ, ദാറ്റ് ഈസ് 5 മണിക്കൂറാണ് എടുത്തത്. അപ്പോൾ എടാ മക്കളെ, ആകെ ദൂരം 290 കിലോമീറ്റർ, ആകെ സമയം 5 മണിക്കൂർ. ഒന്നും കൂടെ, ആകെ ദൂരം 290 കിലോമീറ്റർ ആണ്, ആകെ സമയം 5 മണിക്കൂറാണ്. 290നെ 5 കൊണ്ട് സൈഡിൽ ഹരിച്ചു നോക്കണം. സിമ്പിൾ ആയിട്ട് ആൻസർ എത്ര വരും? 58 കിട്ടും. ഇത്ര ഉള്ളായിരുന്നു പരിപാടി. ഇതായിരുന്നു നമുക്ക് ചോദിച്ച ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ട്രാക്കിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യത. എടാ, ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഏത് വിഷയമാണോ പാട്, ഏത് വിഷയമാണോ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എത്രത്തോളം കഷ്ടപ്പെടാമോ അത്രത്തോളം കഷ്ടപ്പെടണം കേട്ടോ. അപ്പൊ കഷ്ടപ്പെടുമ്പോൾ തന്നെ നമ്മൾ ഇഷ്ടപ്പെടാനും കൂടെ പഠിക്കണം. അല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കറക്റ്റ് ഔട്ട്പുട്ട് വരത്തുള്ളൂ. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി പഠിക്കരുത്. നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്, ഒരു നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റംപ്റ്റ് നടത്തുന്നതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം വേണം. സോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കഷ്ടപ്പെട്ട് പഠിക്കണം, പക്ഷെ കഷ്ടപ്പെടുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് മാറ്റിയെടുക്കണം. അപ്പൊ കഷ്ടപ്പാടും ഇഷ്ടപ്പാടും കൂടെ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ പ്രായത്തിൽ നിങ്ങൾ സർക്കാർ സർവീസിലേക്ക് എത്തിച്ചേരും. സോ അങ്ങനെ നിങ്ങളുടെ കരിയർ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി സമയം പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ചിരിച്ചു കളിച്ച് കളയുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിർണായകമായ നിമിഷങ്ങളാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ആ ഒരു കാര്യമൊക്കെ ഓർമ്മയിൽ വേണം. നിങ്ങളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ആലോചിക്കണം. അതായത് നമ്മുടെ വിലപ്പെട്ട സമയമാണ് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത് ആലോചിച്ചോണം. ഒരുപാട് കാലം കഴിയുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യും. അയ്യോ, അന്ന് ഞാൻ അങ്ങനെ ചെയ്തത് മണ്ടത്തരമായി പോയല്ലോ എന്നൊക്കെ ആലോചിക്കും. അപ്പം അങ്ങനെ ഒരു ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ, ജീവിതത്തിൽ അങ്ങനെ ഒരു ഇത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു റിട്ടേൺ ചിന്ത വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയസിലൊക്കെ നമ്മൾ വെറുതെ സമയം സ്പെൻഡ് ചെയ്ത് കളയുന്നതൊക്കെ ഫലപ്രദമായിട്ട് പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യും ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ സർവീസിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക. സർവീസിൽ കയറി കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യൂട്യൂബിനകത്ത് ഇരിക്കുകയോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. പക്ഷെ ഈ ഒരു ചെറിയ പ്രായം ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സോ സോഷ്യൽ മീഡിയയിലെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് നിങ്ങൾ പഠനത്തിന് വേണ്ടി പരമാവധി സമയം പ്രയോജനപ്പെടുത്തണം എന്നാണ് എന്റെ ഒരു സജഷൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുക. എന്നിട്ട് ഇതിന്റെ ആൻസർ വളരെ വൃത്തിയായിട്ടൊന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാവരും ഇതിന്റെ ആൻസർ വളരെ വൃത്തിയായിട്ട് ഒന്ന് കമന്റ് ചെയ്തിട്ട് നോക്കട്ടെ. ബ്രില്യന്റ് ആയിട്ട് ആൻസർ പറഞ്ഞു നോക്കട്ടെ ആരാണ്. എ മാൻ ട്രാവൽഡ് എത്രയാണ്? 70 ആണ് അക്ഷയുടെ ആൻസർ. 70. അടിപൊളി അക്ഷയ്, സൂപ്പർ. അങ്ങനെ അക്ഷയ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ് കേട്ടോ. സൂപ്പർ. എ മാൻ ട്രാവൽഡ് ഫസ്റ്റ് 160 കിലോമീറ്റർ ഇൻ കാർ. എടാ, ആദ്യത്തെ 160 കിലോമീറ്റർ കേട്ടോ. ഇതിന് പടം വരയ്ക്കണം കേട്ടോ എക്സാമിന് ഇരുന്ന്, പെട്ടെന്ന് വരച്ചേക്കണം. സോ 160 കിലോമീറ്റർ കാറിലാണ് സഞ്ചരിച്ചത്. അടുത്ത 50 കിലോമീറ്റർ, നെക്സ്റ്റ് 50 കിലോമീറ്റർ ദൂരം ഇവിടെ മക്കളെ ബസ്സിലാണ് സഞ്ചരിച്ചത്. ബസ്സിൽ സഞ്ചരിച്ചു.
കാറിന്റെ സ്പീഡ് 80 കിലോമീറ്റർ പെർ അവർ ആണ്. കാറിന്റെ സ്പീഡ് 80 കിലോമീറ്റർ പെർ അവർ ആണ്. അതേപോലെ ബസിന്റെ സ്പീഡ് 50 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, എടാ കുഞ്ഞുങ്ങളെ ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. സോ ആവറേജ് സ്പീഡ് എത്ര എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഇക്വേഷൻ അങ്ങ് എഴുതണം. എങ്ങനെയാ? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്ന് വൃത്തിയായിട്ട് എഴുതണം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്ന് വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതണം. ഇനി ആകെ ദൂരം എത്ര? എടാ ഇവിടെ ഒരു 160 ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു 160 കിലോമീറ്ററും ഇവിടുത്തെ ഒരു 50 കിലോമീറ്ററും കൂടെ കൂട്ടുമ്പോൾ 160ഉം 50ഉം കൂടെ ചേർന്നാൽ 210 അല്ലേ? ബൈ സമയം തന്നിട്ടില്ലല്ലോ. പെട്ട്. അപ്പൊ നിങ്ങൾ സമയം കണ്ടുപിടിക്കണോടാ. സമയം കണ്ടുപിടിക്കാതെ രക്ഷയില്ല കേട്ടോ. ഓരോ ഭാഗത്തെയും സമയം കണ്ടുപിടിക്കണം. കാരണം സമയം താഴെ വേണം നമുക്ക്. മണി പാളി. സമയം കണ്ടുപിടിക്കാവോ? സമയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടൈം ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയാം. ടൈം ഈസ് ഈക്വൽ ടു സ്പീഡ് ടൈം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഞാൻ ആ പറഞ്ഞ ത്രികോണം മറന്നു പോരുത് കേട്ടോ. ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ത്രികോണം ഉണ്ടല്ലോ, ട്രയാങ്കിൾ, നമ്മളിങ്ങനെ DTS ഒക്കെ വരച്ചു വെച്ചത്. അതിനകത്ത് ടി ഞാൻ കൈകൊണ്ട് മറച്ചു പിടിച്ചാൽ മതി. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രടാ? ഒന്നാമത്തെ പോർഷന്റെ ഡിസ്റ്റൻസ് 160 അല്ലേ? ഒന്നാമത്തെ പോർഷന്റെ ഡിസ്റ്റൻസ് 160. സ്പീഡ് 50. ഡിസ്റ്റൻസ് 160, സ്പീഡ് 50. 160നെ 80 കൊണ്ട് ഹരിച്ച 2. അപ്പൊ ഒന്നാമത്തെ ഭാഗത്തെ സമയം 2 മണിക്കൂർ. അങ്ങനെ അവിടെ സെറ്റ് ആയടാ. അടുത്തതിനകത്ത് ഇതും കൂടെ കണ്ടുപിടിക്കാവോ? സെക്കൻഡ് പോർഷനിലെ ടൈമും കൂടെ കണ്ടുപിടിക്കുക. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? ഡിസ്റ്റൻസ് 50. സ്പീഡ് എത്ര? സ്പീഡ് 50. സോ 50/50 1. സോ സെക്കൻഡ് പോർഷനിലെ ടൈം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. 1 അവർ. 1 അവർ. അപ്പോൾ ആദ്യത്തെ പോർഷനിലെ 2 മണിക്കൂറും അടുത്ത പോർഷനിലെ 1 മണിക്കൂറോടെ ചേരുമ്പോൾ 2, 1, 3 വരും അല്ലെ? അപ്പോൾ ആകെ ദൂരം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 210 ബൈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ. എടാ മക്കളെ 210നെ 3 കൊണ്ട് ഹരിച്ച എത്ര ആടാ? 70 അല്ലേ? അപ്പൊ 70 കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതുവാണെങ്കിലേ നമ്മളുടെ പെട്ടിൽ ഒരു മാർക്ക് കിട്ടും. ഇത്ര ഉള്ളായിരുന്നു പരിപാടി. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നിങ്ങൾ ഇത് കരുതി വെച്ചോണം. ഇത് ചോദിക്കും പരീക്ഷയ്ക്ക്. ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഡിസ്റ്റൻസും സ്പീഡും തന്നിട്ടുണ്ടായിരുന്നു. ഓരോ പോർഷന്റെയും ഡിസ്റ്റൻസും സ്പീഡും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയം എന്തായാലും വേണം. കാരണം ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഓക്കെ ആയിരുന്നു, പക്ഷെ ടോട്ടൽ ടൈം ഇല്ലായിരുന്നു. സമയം കണ്ടുപിടിക്കാൻ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് 160, സ്പീഡ് 80. സോ അങ്ങനെ 2 കിട്ടി. തൊട്ടപ്പുറത്ത് ഡിസ്റ്റൻസ് 50, സ്പീഡ് 50. 50/50 1. അങ്ങനെ ആകെ സമയം 2, 1, 3 മണിക്കൂർ. ആകെ ദൂരം 210. ആകെ സമയം 3 മണിക്കൂർ. 210നെ 3 കൊണ്ട് ഹരിച്ച 70 വരും. അപ്പൊ ഇതിന്റെ ഉത്തരം 70 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതായിരുന്നു റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ സാർ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഐഡിയ കിട്ടും കേട്ടോ. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത ടൈപ്പ് 3 ആണ് കേട്ടോ. അതിന് ഇത് വായിച്ചു നോക്കിക്കേ, പതുക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. 2 ബൈക്സ്, ശ്രദ്ധിച്ച് വായിക്കണേ, പതുക്കെ വായിച്ചാൽ മതി, ധൃതി ഒന്നുമില്ല, പതുക്കെ വായിച്ചാൽ മതി. 2 ബൈക്സ് സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് എ, അവിടെ വരെ മനസ്സിലായി കാണും. ടുവേർഡ്സ് സെയിം ഡയറക്ഷൻ അറ്റ് സെയിം ടൈം with a speed of 50 kilometer per hour, 40 kilometer per hour respectively. അവിടെ മക്കളെ ഫൈൻഡ് ഔട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബൈക്സ് ആഫ്റ്റർ 4 hours. ഇതാണ് നമ്മുടെ ചോദ്യം. ഒന്നുമില്ലടാ, 2 ബൈക്കുകളെ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സെയിം ഡയറക്ഷൻ, ഒരേ ദിശയിലാണ് സഞ്ചരിച്ചത് കേട്ടോ.
സെയിം ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു. അറ്റ് സെയിം ടൈം, ഒരേ സമയത്താണ് സഞ്ചരിച്ചത്. അതായത് രാവിലെ 10 മണിയാണെങ്കിൽ രണ്ട് ബൈക്കുകളും രാവിലെ 10 മണിക്ക് തന്നെയാണ് യാത്ര തുടങ്ങിയത്. ഒന്നാമത്തെ ബൈക്കിന്റെ സ്പീഡ് എത്രടാ? 50. രണ്ടാമത്തെ ബൈക്കിന്റെ സ്പീഡ് എത്ര? 40. അങ്ങനാണെങ്കിൽ 4 മണിക്കൂറിന് ശേഷം, മക്കളെ 4 മണിക്കൂറിന് ശേഷം ഈ രണ്ട് ബൈക്കുകൾ തമ്മില് എത്ര അകലത്തിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാനൊരു 10 സെക്കൻഡ് സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. 40. ആ, അടിപൊളി. ആ, വരയ്ക്കാം. വരച്ചു നോക്കണം പരീക്ഷയ്ക്ക് കേട്ടോ. ഇങ്ങനെ ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും രണ്ട് ബൈക്കുകൾ ഒരേ ദിശ, സെയിം ഡയറക്ഷൻ, കണ്ടോ? സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷൻ, ഒരേ ദിശയാണ്. ഏത് ഡയറക്ഷനിലേക്കാണോ പോയത് ആ ദിശയിൽ തന്നെയാണ് രണ്ട് ബൈക്കുകളും സഞ്ചരിക്കുന്നത്. ഒന്നാമത്തെ ബൈക്കിന്റെ സ്പീഡ് 50 km/h ആണ്. സ്വാഭാവികമായിട്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കും? പെട്ടെന്ന് പറയാം. എടാ, 50 km/h ആണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ആ ബൈക്ക് എവിടെ ആയിരിക്കും? 50 കിലോമീറ്റർ അകലത്തിലായിരിക്കും അല്ലേ? ആ, ആദ്യത്തെ ബൈക്ക് 50 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ബൈക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 50 km/h വേഗതയിൽ പോകുന്ന ബൈക്ക് ആണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ആ ബൈക്ക് 50 കിലോമീറ്റർ അകലത്തിലായിരിക്കും. നമുക്ക് എന്തായാലും 1 മണിക്കൂർ കഴിയുമ്പം ഇവന്മാര് തമ്മിൽ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കാം. ആ, ഓക്കെ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബൈക്ക് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ 1 മണിക്കൂറത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ബൈക്ക് എത്ര കിലോമീറ്റർ അകലത്തിലായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 50 കിലോമീറ്റർ അകലത്തിലായിരിക്കും. കാരണം ആ ബൈക്കിന്റെ വേഗത 50 km/h ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ അത് 50 കിലോമീറ്റർ അകലത്തിലായിരിക്കും. പക്ഷെ രണ്ടാമത്തെ ബൈക്ക് എന്ന് പറഞ്ഞാൽ അത് 40 km/h സ്പീഡുള്ള ബൈക്കാണ്. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ബൈക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ അത് ഒരുപാട് ദൂരം ഒന്നും സഞ്ചരിച്ചിട്ടുണ്ടാവത്തില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 40 കിലോമീറ്റർ അകലത്തിലായിരിക്കും അല്ലെ? അത്രേ ഉള്ളൂ. എടാ, ആദ്യത്തെ ബൈക്ക് അതിന്റെ സ്പീഡ് 50 km/h ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ അത് 50 കിലോമീറ്റർ അകലത്തിലായിരിക്കും. രണ്ടാമത്തെ ബൈക്ക് 40 km/h വേഗതയിലുള്ള ബൈക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ അത് 40 കിലോമീറ്റർ അകലത്തിലായിരിക്കും. ഇതാണ് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ്. കണ്ടോ? ഇവിടെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അതായത് ഒന്നാമത്തെ ബൈക്ക് ഈ ഒരു പോയിന്റിലായിരിക്കും, രണ്ടാമത്തെ ബൈക്ക് താണ്ട് ഈ പോയിന്റിലായിരിക്കും. അപ്പൊ ഈ രണ്ട് ബൈക്കുകൾ തമ്മിലുള്ള അകലം എത്ര? എല്ലാവരും ഒന്ന് പറഞ്ഞേ. എടാ, ആ രണ്ട് ബൈക്കുകളില്ലേ, അവന്മാര് തമ്മിലുള്ള അകലം എത്രയാണ്? മൊത്തം 50 അല്ലേ? അതിൽ ഇത്രയും 40 ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? ബാക്കി 10. സിമ്പിൾ. ബാക്കി 10 ആയിരിക്കും. അപ്പൊ ഈ ഒരു പോർഷൻ 10 ആയിരിക്കും. കാരണം മൊത്തം 50 ആണ്. ഇവിടെ മുതൽ ഇവിടം വരെ 50 ആണ്. അതിൽ ഇത്രയും 40 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്രയും ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. അപ്പോൾ 1 മണിക്കൂറത്തെ ഗ്യാപ്പാണിത്. അതായത് 1 അവർ ഗ്യാപ്പാണ് 10 കിലോമീറ്റർ. 1 മണിക്കൂർ കഴിയുമ്പോൾ 10 കിലോമീറ്റർ അകലത്തിലായിരിക്കും. നമ്മുടെ ചോദ്യം അതല്ലടാ, 4 മണിക്കൂർ കഴിയുമ്പോൾ എത്ര ഗ്യാപ്പാണെന്ന ചോദ്യം. എടാ മക്കളെ, 1 മണിക്കൂർ കഴിയുമ്പോൾ 10 ആണെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ 20, 3 മണിക്കൂർ ആണെങ്കിൽ 30, 4 മണിക്കൂർ ആണെങ്കിൽ 40. പണി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 10 കിലോമീറ്റർ ആണെങ്കിൽ നമ്മുടെ ചോദ്യം 4 മണിക്കൂറത്തെ ഗ്യാപ്പ് എത്ര എന്ന ചോദ്യം. എടാ, ഒരു പേനയുടെ വില 10 രൂപയാണെങ്കിൽ 4 പേനയുടെ വില എത്ര? 4 × 10 അല്ലേ ചെയ്യുന്നത്? അതേപോലെ തന്നെ ചിന്തിച്ചാൽ മതി. 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 10 കിലോമീറ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 4 മണിക്കൂറത്തെ ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ ആ 10നെ 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 10 × 4 40. ആൻസർ 40 കിലോമീറ്റർ എന്ന് വരും. ഇനി അവർ 7 മണിക്കൂറത്തെ ഗ്യാപ്പാണ് ചോദിച്ചിരുന്നതെങ്കിൽ 7 × 10 70 വന്നേനെയായിരുന്നു. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ 1 മണിക്കൂറത്തെ ഗ്യാപ്പ് കണ്ടുപിടിക്കുക, 1 മണിക്കൂറത്തെ ഗ്യാപ്പ് നിങ്ങൾ കണ്ടുപിടിക്കണം, 1 മണിക്കൂറത്തെ ഗ്യാപ്പ് കണ്ടുപിടിക്കണം. എന്നിട്ട് ചോദ്യകർത്താവ് 5 മണിക്കൂറത്തെ ഗ്യാപ്പ് ആണെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക, 7 മണിക്കൂറത്തെ ഗ്യാപ്പ് ആണെങ്കിൽ 7 കൊണ്ട് ഗുണിക്കുക, 8 മണിക്കൂറത്തെ ഗ്യാപ്പാണ് അയാൾ ചോദിക്കണമെങ്കിൽ 8 കൊണ്ട് ഗുണിക്കുക. സംഭവം സെറ്റാണോ? സംഭവം സെറ്റാണോ?
അങ്ങനാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ദേണ്ട വരുന്നു. പോയല്ലോ ചുറ്റി. ഇതിനാണ് ആരാ പറഞ്ഞ? ആജ്ഞയല്ലേ? 425. ഒരാൾ 25 പറഞ്ഞു. 425. 425 അക്ഷയുടെ ആൻസർ. ആജ്ഞ 25 അല്ലേ പറഞ്ഞത്? ആ, അങ്ങനെ 2 ആൻസർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതോ ഒരെണ്ണം ശരിയാണ്, ഏതാണെന്നുള്ളതാണ് സംശയം. ഒരെണ്ണം ശരിയായി ഇതിന്റെ. അത് നോക്കാം. അപ്പൊ ഞാൻ വരച്ചു നോക്കാവേ. ഓക്കെ, ശ്രദ്ധിച്ചോണേ. നിങ്ങൾ എക്സാമിന് വരച്ചു നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി പാളും കേട്ടോ. ഓക്കെ, ഇപ്പൊ നാണ്ടേ ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 2 കാറ് സ്റ്റാർട്ട് ചെയ്തു. ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത്തരം ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കത്തുള്ളൂ. ടുവേർഡ്സ് ആക്ന നോക്കിക്കേ എങ്ങനെയാ കിടക്കുന്നത്. ആ, ക്വസ്റ്റ്യൻ വായിച്ചിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. നോക്കിക്കേ എങ്ങനെയാ പറഞ്ഞത്, എങ്ങനെയാ സഞ്ചരിക്കുന്നത്? ഒരേ സെയിം ഡയറക്ഷൻ ആണോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. പണി വാളല്ല എക്സാമിന് കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഒരാൾ തെക്കോട്ടാണെങ്കിൽ ഒരാൾ വടക്കോട്ടാ, ഒരാൾ കിഴക്കോട്ടാണെങ്കിൽ ഒരാൾ പടിഞ്ഞാറോട്ടാണ് പോകുന്നത്. ഇവിടെ സെയിം ഡയറക്ഷൻ അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാടാ, ഒരാളെ നമുക്ക്, നിങ്ങൾ ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും ഒരാളെ അങ്ങ് പ്ലേസ് ചെയ്യുക. ഞാൻ ഇപ്പൊ നാണ്ടേ ഒന്നാമത്തെ കാർ പോകുന്നത് ഈ ഡയറക്ഷൻ ആണെന്ന് കരുതിയാൽ രണ്ടാമത്തെ കാർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരച്ചോ. അപ്പോൾ ഒന്നാമത്തെ കാറിന്റെ വേഗത 45 km/h ആണെങ്കിൽ എടാ മക്കളെ, സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കാറ് 1 മണിക്കൂർ കഴിയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 45 കിലോമീറ്റർ അകലത്തിലായിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 45 കിലോമീറ്റർ അകലത്തിലായിരിക്കും. ഇതാണ് ഒന്നാമത്തെ കാറിന്റെ അവസ്ഥ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ടാമത്തെ കാർ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാറിന്റെ വേഗത 40 km/h ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 40 കിലോമീറ്റർ അകലത്തിലായിരിക്കും രണ്ടാമത്തെ വാഹനം. അപ്പൊ ഒന്നാമത്തെ വാഹനം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 45 കിലോമീറ്റർ അകലത്തിലായിരിക്കും. രണ്ടാമത്തെ വാഹനം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 40 കിലോമീറ്റർ അകലത്തിലായിരിക്കും. കണ്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണേ. അതുകൊണ്ട് എക്സാമിന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വൃത്തിയായിട്ട് ചെയ്ത്. അപ്പൊ ഈ 2 വാഹനങ്ങൾ തമ്മിലുള്ള അകലം എത്ര നോക്കിക്കേ. 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ 2 വാഹനങ്ങൾ തമ്മിലുള്ള അകലം 45 40 കൂടെ കൂട്ടി എത്ര? 85 അല്ലേ? ആ, കണ്ടോ, ഒരു വാഹനം നിൽക്കുന്ന പോയിന്റ് തന്നെ ഇതാണ്. കണ്ടോ, ഈ ഒരു പോയിന്റിലാണ് ഒന്നാമത്തെ വാഹനം നിൽക്കുന്നത്. രണ്ടാമത്തെ വാഹനം നിൽക്കുന്നത് ഈ പോയിന്റിലാണ് 1 മണിക്കൂർ കഴിയുമ്പോൾ. സ്വാഭാവികമായിട്ടും ഈ 2 വാഹനങ്ങൾ തമ്മിലുള്ള അകലം എത്ര എന്ന് ചോദിച്ചാൽ 85 കിലോമീറ്റർ ആണ്. എടാ മക്കളെ, 1 മണിക്കൂറത്തെ ഗ്യാപ്പാണ് 85 കിലോമീറ്റർ. 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 85 കിലോമീറ്റർ ആണെങ്കിൽ, എടാ 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 85 കിലോമീറ്റർ ആണെങ്കിൽ ചോദ്യകർത്താവ് ചോദിച്ചത് 5 മണിക്കൂറിന് ശേഷം ഈ 2 കാറുകൾ, ബൈക്ക് അല്ല കാറ് കേട്ടോ, ഫൈൻഡ് ഔട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കാർസ് ആഫ്റ്റർ 5 hours. 5 മണിക്കൂറിന് ശേഷം ഈ 2 കാറുകൾ തമ്മിലുള്ള അകലം എത്ര എന്നാണ് ചോദ്യം. എടാ മക്കളെ, 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 85 കിലോമീറ്റർ ആണെങ്കിൽ 5 മണിക്കൂറത്തെ ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ 5 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 5 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അപ്പൊ 85നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 85നെ 5 കൊണ്ട് ഗുണിച്ചാൽ 425 വരും. ഉത്തരം 425 കിലോമീറ്റർ ആണ്. 425 കിലോമീറ്റർ എന്ന് എഴുതുക, 1 മാർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ എന്നുള്ള കാര്യം മറന്നു പോകാൻ പാടില്ല. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായോ? സാർ ഒന്നുകൂടെ പറയോ? ആ, അതായത് ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോണേ.
എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക. എ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഒന്നാമത്തെ കാറ് രണ്ട് കാറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവിടെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ട് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. രണ്ട് കാറുകളാണുള്ളത്. ഈ രണ്ട് കാറുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. അതായത് ഒന്നാമത്തെ കാറ് നോർത്ത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കാറ് സൗത്തിലേക്ക് പോകണം. ഈസ്റ്റ് ആണെങ്കിൽ വെസ്റ്റിലേക്ക് പോകണം. അതാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം. അതിൽ ഒന്നാമത്തെ കാറിന്റെ വേഗത 45 കിലോമീറ്റർ പെർ അവർ ആണ്. രണ്ടാമത്തെ കാറിന്റെ വേഗത 40 കിലോമീറ്റർ പെർ അവറും ആണ്. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂറിന് ശേഷം ഈ രണ്ട് കാറുകൾ തമ്മിൽ എത്ര അകലത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും നമുക്കിവിടെ അറിയാം, മക്കളെ, ഒന്നാമത്തെ കാറിനെ നമുക്ക് ഈ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത് കരുതാം. അതിന്റെ വേഗത 45 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 45 കിലോമീറ്റർ അകലത്തിലായിരിക്കത്തില്ലേ? ശരിയാണോ? ഇവിടം വരെ കറക്റ്റ് ആണോ? ഓക്കെ. രണ്ടാമത്തെ കാറ് ആ ഡയറക്ഷനിലല്ല പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരയ്ക്കണം. അതിന്റെ വേഗത 40 കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 40 കിലോമീറ്റർ അകലത്തിലായിരിക്കും. ഇതാണ് 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെ അവസ്ഥ. ഒന്നാമത്തെ വാഹനം കിഴക്കോട്ടാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ വാഹനം പടിഞ്ഞാറോട്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് 1 മണിക്കൂർ കഴിയുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള അകലം എത്ര? 45 40 കൂട്ടിയ 85 അല്ലേ? അല്ലേ? ശരിയാണോ? ആ, 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 85 കിലോമീറ്റർ ആണെങ്കിൽ 5 മണിക്കൂറത്തെ ഗ്യാപ്പ് എത്ര എന്നാ ചോദിച്ചത്? എടാ, 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 85 കിലോമീറ്റർ ആണെങ്കിൽ ചോദ്യകർത്താവ് ചോദിച്ചത് 5 മണിക്കൂറത്തെ ഗ്യാപ്പ് എത്ര എന്ന ചോദ്യം. 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 85 ആണെങ്കിൽ 5 മണിക്കൂറത്തെ ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ 85നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഉത്തരം 425 കിലോമീറ്റർ എന്ന് വരും ആൻസർ. ഇപ്പൊ മനസ്സിലായോ? ഇത്രേ ഉള്ളു പരിപാടി. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ എന്നുള്ള കാര്യം വായിച്ചു നോക്കിയിട്ട് ചെയ്യാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത്രേ ഉള്ളു പരിപാടി. അപ്പൊ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ താണ്ട വരുന്നു. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കൃത്യമായിട്ട് പറയണം. ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. സോ ടേക്ക് കെയർ. ബൈ. ഗുഡ് നൈറ്റ്. Good night, sir.